ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നതാ നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം ഇതിൽ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലാകുമ്പം അധികം വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനിതാ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കിനി ചായ കുടിക്കാൻ പോകാം. ചായക്ക് ഇവിടെ രാവിലെ എന്തായാലും പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടുള്ളത്. അപ്പം നമ്മൾ പത്തിരി മുട്ടക്കറിയൊക്കെ കഴിച്ചതിന് ശേഷം മഴയൊക്കെ ചോർന്നപ്പം ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി നോക്കാം കേട്ടോ. പുറത്തിറങ്ങി ചെന്നപ്പം ഇവിടെ കൊലായിൽ പട്ടി കയറിയിട്ടോ രാത്രി. അപ്പം അത് തേച്ച് കൈകളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ തേച്ച് കൈകളൊക്കെ കഴിഞ്ഞ് അവസാനത്തെ തുടക്കലാണ് കേട്ടോ ഞാനവിടെ എത്തിയത്. അപ്പോൾ ഞാനത് ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്താണ്. പിന്നെ എന്താ ഈ കൊലായിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് സ്റ്റെപ്പിൽ ഇറങ്ങുന്നിടത്ത് മഴ ഇങ്ങനെ പെയ്തിട്ട് പായൽ കെട്ടി കിടക്കണ്ടായിരുന്നു. അപ്പം വൈക്കൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് വരുത്തി പോക്കുന്നുണ്ടേ. അതിന് മഴ ഇല്ലാത്ത ടൈം നോക്കിയപ്പോൾ ഉമ്മ വേഗം അടിച്ച് വരാണ് കേട്ടോ മുറ്റം. ഇതിലൊന്നും ഞമ്മക്ക് വലിയ റോളില്ല, നമ്മൾ നോക്കി നിൽക്കും. അങ്ങനെ അടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുളിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ വന്നു. ഇത് പിന്നെ ഞാൻ ലഞ്ച് ടൈം എന്ന് പറഞ്ഞൊരു വീഡിയോ ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറുണ്ട്, പിന്നെ മോര് കറിയും അച്ചാറ്, പിന്നെ ഉണക്കമീൻ പൊരിച്ചതാണ് കേട്ടോ. സ്രാവ് ഉണക്കമീൻ പൊരിച്ചതുമാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മളിതാ ലഞ്ച് കഴിക്കാൻ കേട്ടോ. അപ്പം ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മയ്ക്കൊരു കോള് വന്നത്. ഉമ്മ എന്തായാലും മീഷോന്ന് കുറച്ച് കുപ്പികൾ ഓർഡർ ചെയ്തിന് കേട്ടോ. അപ്പം അത് വരുന്നുണ്ട് തന്നെ വിളിച്ച്. അപ്പം അത് കിട്ടിയപ്പോൾ വേഗം ചോറൊക്കെ ഒന്ന് പാത്രം കഴുകി വെച്ചതിന് ശേഷം അതപ്പം തന്നെ എടുത്ത് വെക്കാനുള്ള അതൊക്കെ കഴുകി തുടച്ച് അതിൽ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ള വെപ്രാളത്തിലാണ് ഉമ്മയും അനിയത്തിയൊക്കെ. കാരണം എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. ഒരു സാധനം നമ്മൾ പുതിയ വാങ്ങിയാൽ അതിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെക്കുക, പെട്ടെന്ന് തന്നെ അത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അതാണ് രസമാണല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനും. അപ്പം ഉമ്മ പാത്രങ്ങളൊക്കെ കഴുകി തന്നപ്പോൾ ഞാനിങ്ങനെ തുടച്ച് വെക്കണം കേട്ടോ. ഞാൻ മാത്രമല്ല, ഓടും തുടയ്ക്കുന്നതും എടുത്ത് വെക്കുക എല്ലാം കൂടെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർത്താൽ കുറച്ച് പണി തീർന്നതിന് ശേഷം എല്ലാവരും കൂടിയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുപ്പികളിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തട്ടൊക്കെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെച്ച് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കിനും അവിടെ ഇവർ മീൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ പണി കഴിഞ്ഞ് വന്നപ്പം പൊറോട്ട ഉണ്ടെന്നിന്. അപ്പം നമ്മൾ പൊറോട്ടയും മീൻ കറിയും കഴിക്കുക വൈകുന്നേരത്തെ ചായക്ക് എന്നുള്ള ഇതിൽ പെട്ടെന്ന് തന്നെ ഇവിടെ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം എന്നാൽ കറി ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവൊക്കെ ഇട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വാട്ടാനിട്ടൊക്കെ വാടി വന്നപ്പോഴേക്കിനും തക്കാളി ഇട്ട്. അപ്പം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മീൻ കറി എല്ലാവരും വെക്കുന്നതല്ലേ. അങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കറി ഉണ്ടാക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ചെറുതായൊരു വീഡിയോ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് മാതിരി എടുക്കാൻ വിചാരിച്ചായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ വലിയ പണികൾ അങ്ങനെ എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആക്കിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചായയും പൊറോട്ടയും കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.